ആന്റി റാബീസ് വാക്സിനുകൾ ഫലപ്രദമെന്ന് ആരോഗ്യവകുപ്പ് ആണയിട്ട് പറയുമ്പോഴും പേവിഷബാധ മരണങ്ങൾ തുടർക്കഥയാകുന്നതിൽ ആശങ്ക. ഒരു മാസത്തിനിടെ നടന്ന 7 പേവിഷബാധ മരണങ്ങളിൽ 3 പേർ കുട്ടികളാണെന്നത് ഞെട്ടലുളവാക്കുന്നു. അതേസമയം മരുന്നിന്റെ ആധികാരികതയിൽ മനുഷ്യാവകാശ കമ്മീഷൻ സംശയം അറിയിച്ചു. കഴിഞ്ഞ ഡിസംബറിൽ നായയുടെ കടിയേറ്റ് കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ നിന്നും വാക്സിൻ എടുത്ത ഭാഗ്യലക്ഷ്മി മരിച്ചത് 3 മാസങ്ങൾക്ക് ശേഷമായിരുന്നു. കുട്ടി അവസാനം ചികിത്സയിൽ കഴിഞ്ഞ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും സാമ്പിളുകൾ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോഴാണ് പേവിഷബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം SAT ആശുപത്രിയിൽ മരിച്ച കൊല്ലം സ്വദേശിയായ 8 വയസ്സുകാരി ഉൾപ്പെടെ 3 പേരാണ് മരിച്ചത്. ഒരു മാസത്തിനിടെ സംസ്ഥാനത്ത് പേവിഷബാധയേറ്റ് മരിച്ചവർ 7. ഇതിൽ 3 പേർ കുട്ടികളാണ് എന്നതാണ് ആശങ്ക ഉളവാക്കുന്നത്. കുട്ടികൾ ഉൾപ്പെടെ മരിച്ച 7 പേരും വാക്സിൻ എടുത്തവരാണ്. ആന്റി വാക്സിനുകൾ എടുത്തിട്ടും എന്തുകൊണ്ട് കടിയേറ്റവർ മരിക്കുന്നു എന്നതിന് കൃത്യമായ ഉത്തരം ഇതുവരെ ആരോഗ്യവകുപ്പിന് നൽകുവാനും സാധിക്കുന്നില്ല. സംസ്ഥാനത്ത് ഇത്രയധികം മരണങ്ങൾ സംഭവിക്കുമ്പോഴും വാക്സിന്റെ ആധികാരികതയിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുകയാണ് ആരോഗ്യവകുപ്പ്. വാക്സിൻ സംരക്ഷിക്കുന്നതിലടക്കം വീഴ്ച സംഭവിച്ചതാണോ മരുന്ന് ഫലപ്രദമല്ലാതാകുന്നതിന് കാരണമെന്നതാണ് ഉയരുന്ന സംശയം. ഈ സാഹചര്യത്തിലാണ് വാക്സിന്റെ ആധികാരികത പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകിയത്. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ നേതൃത്വത്തിൽ മെഡിക്കൽ സംഘത്തെ നിയോഗിച്ച് സമഗ്ര അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ നിർദ്ദേശം. ജനം, തിരുവനന്തപുരം.